നമ്മൾ ഡിസംബർ മന്തിലോട്ട് എത്തിയിരിക്കുകയാണ് അല്ലേ. ഒരു വർഷം എത്ര പെട്ടെന്നല്ലേ പോയത്. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണ് തുറക്കുന്ന മുമ്പ് നമ്മളൊരു വർഷമാണ് പോയത്. ഇപ്പൊ നമ്മൾ അവസാനത്തെ മാസമായ ഡിസംബറിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ഈ ഡിസംബർ എന്ന് പറയുന്ന മാസവും നല്ല രസമാണ്. ക്രിസ്മസ്, ന്യൂ ഇയർ എല്ലാം ഉള്ള ഒരു അടിപൊളി മന്താണ്. പിന്നെ ഈ ഡിസംബറിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് തന്നെ നമുക്കൊക്കെ ഒരു ഇതെന്ന് പറയുന്നത് മഞ്ഞ്, പുറത്തെ രാജ്യത്തൊക്കെ മഞ്ഞെന്നുള്ളൊരു ഇതാണ്. പക്ഷെ ഇവിടെ ഇന്തോനേഷ്യയിൽ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ക്ലൈമറ്റ് ആണ്. പിന്നെ ഇപ്പം ഡിസംബർ മാസമാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ ക്ലൈമറ്റ് ആണ്. കാരണം ചെറിയൊരു മൂടൽ മഞ്ഞ്, പിന്നെ മഴയുണ്ട്. മഴയുടെ ഭാഗമായിട്ടായിരിക്കണം. എന്നാലും കാണുമ്പോൾ നല്ലൊരു പ്രത്യേക ഫീലിംഗ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഡിസംബർ ടച്ച് തരുന്ന ഒരു ഫീലാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കണ്ടോ, ഒരു ശരിക്കും ഒരു മൂടൽ മഞ്ഞ് പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഇതാണ് ഇവിടെ ബത്താമിലെ ഡിസംബർ മന്തിലെ കാലാവസ്ഥയൊക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഡിസംബർ മന്തിനെ വെൽക്കം ചെയ്യല്ലേ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജേർണി വിത്ത് ആഷ്. ഈ ഡിസംബർ എന്ന മന്ത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. കാരണം ക്രിസ്മസ് ആഘോഷിക്കണം, ന്യൂ ഇയർ വരുന്നു, പുതിയൊരു വർഷത്തെ നമ്മൾ വെൽക്കം ചെയ്യണം. അങ്ങനെ ഒരുപാട് ആഘോഷമുള്ളൊരു മന്താണ്. പറയുവാണെങ്കിൽ നമ്മുടെ ഓണം പോലെ, നമ്മൾ ഓണമൊക്കെ എല്ലാവരും ആഘോഷിക്കത്തില് 10 ദിവസത്തെ അവധിയുണ്ട്. അതുപോലെ തന്നെയാണ് ക്രിസ്മസ് എന്ന വെക്കേഷനും ഞങ്ങൾക്ക് 10 ദിവസം അവധിയുണ്ട്. അത് മാത്രമല്ല, പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അങ്ങനെ ഇതിലെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡേ ആയിരുന്നു ഈ ക്രിസ്മസ്, ന്യൂ ഇയർ എന്ന് പറയുന്നത്. ഇപ്പൊ നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് പള്ളിയിൽ ആഘോഷങ്ങൾ കാണും, കരോള് കാണും, പിന്നെ വീട് അലങ്കരിക്കണം, പുൽക്കൂട്, ക്രിസ്മസ് ട്രീ, പിന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പ്ലം കേക്ക് കിട്ടുക എന്നാണ്. ക്രിസ്മസിന്റെ ഒരു സ്പെഷ്യൽ കാര്യമാണ് പ്ലം കേക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ റിലേറ്റീവ്സ് നമുക്ക് കൊണ്ട് തരുന്നത്, ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരുമായിട്ട് ഗാദറിങ്സിലും എല്ലാം ഒരു സ്പെഷ്യൽ ഘടകമായിരുന്നു കേക്ക്. പിന്നെ വൈന്, ഇതൊക്കെയായിരുന്നു. വീട്ടിലാണെങ്കിൽ വൈനൊക്കെ ഇടുമായിരുന്നു. അങ്ങനെ മൊത്തം എന്താ പറയുക, ഒരു ആഘോഷ മാസമാണ് ഈ ഡിസംബർ എന്ന് പറയുന്നത്. പിന്നെ ന്യൂ ഇയർ വരുന്നു, പുതിയ വർഷത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു സന്തോഷമാണ്. ഞാനിപ്പോ ഇവിടെ ബത്താമി വന്നിട്ട് 2 കൊല്ലമായി. ഇതിപ്പോ എന്റെ 2ാമത്തെ വർഷത്തെ എന്താണ് ക്രിസ്മസ്, ന്യൂ ഇയർ വരുന്ന മന്താണ് ഡിസംബർ എന്ന് പറയുന്നത്. ഇവിടെ നാട്ടിൽ അത്ര വൈബ് നമുക്ക് ഇവിടെ കിട്ടില്ലെങ്കിൽ ഇവിടെയും പള്ളിയുണ്ട്, ഇവിടെ ഒരു കാത്തലിക് ചർച്ച് ഉണ്ട്, അപ്പൊ അവിടെ പോവാറുണ്ട്. പിന്നെ ക്രിസ്മസ് ട്രീ നമുക്ക് ഇവിടെ എല്ലാം കാണാവുന്നതാണ്. പക്ഷെ പ്ലം കേക്ക് ഒന്നും ഇവിടെ അങ്ങനെ ഇല്ല. എനിക്ക് നമ്മുടെ നാട്ടിലാണെന്ന് തോന്നുന്നു കൂടുതലും പ്ലം കേക്ക് ഒക്കെ ഉള്ളത്. ഇവിടെ അല്ലാത്ത കുക്കീസ്, അല്ലാത്ത കേക്ക്സ് ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഈ സ്റ്റാർ ഒക്കെ ഇടുന്നത്. ഇവിടെ ഒന്നും അങ്ങനെ സ്റ്റാർ ഇടുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനത്തെ കുറെ, പിന്നെ അല്ലാതെ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ആഘോഷങ്ങൾ അങ്ങനെയൊക്കെ പങ്കെടുക്കാം. സെലിബ്രേഷൻ മോഡിനൊന്നും അവിടെ ആയാലും ഇവിടെ ആയാലും എല്ലാം അവരവരുടെ ഒരു കൾച്ചറിനനുസരിച്ചുള്ള സെലിബ്രേഷൻസ് എല്ലാം ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് കമ്പയർ ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പം നിൽക്കുന്ന ഈ ബത്താമിലാണ്. ബത്താമിൽ ആ കൾച്ചറിലുള്ള ക്രിസ്മസ്, ന്യൂ ഇയർ സെലിബ്രേഷൻസ് മൊത്തത്തിൽ വൈബ് ഓണായിരിക്കും. പക്ഷെ നമ്മൾ നാട്ടിലാണെങ്കിൽ വേറൊരു വൈബായിരിക്കും. അത്രേ ഉള്ളൂ. ചൂടുവെള്ളം കുടിച്ച് സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. രാവിലെ എല്ലാം കഴിക്കണ്ടേ, അപ്പൊ ഞാൻ കരുതി ഓട്സ് ഉണ്ടാക്കാന്ന്. ഓട്സ് ആണല്ലോ നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്നത്, അതാണ് എളുപ്പം. കാരണം ജോയൽ അങ്ങനെ ഒന്നും കഴിക്കത്തില്ല രാവിലെ ഓഫീസിൽ പോകുന്ന ടൈം. അല്ലാത്തപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ്, ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ വന്ന വേറൊന്നുമല്ല. ഇവിടെ ഓട്സ് 2 കളറിലാണ് കിട്ടുന്നത്. ഒന്ന് ക്യൂക്കറിന്റെ ഇൻസ്റ്റന്റ് ഓട്ട് മീല്. ഇതവർ പറയുന്ന ഹോട്ട് വാട്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആഡ് ഹോട്ട് വാട്ടർ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിന് നല്ലൊരു ടേസ്റ്റ്, നല്ല ഒരു ക്രീമി ടേസ്റ്റ് ആണ് എനിക്ക് തോന്നിയത്. മറ്റേ ഇവിടെ ഒരു ബ്ലൂ വേരിയന്റ് വരുന്നതാണ് നാട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ സാധാ മേടിക്കുന്നത്. ഇവിടെ വന്നപ്പോഴും ഞാൻ അത് തന്നെയായിരുന്നു മേടിച്ചത്. പക്ഷെ ഈ റെഡിന്റെ മേടിച്ചാൽ നല്ലൊരു ടേസ്റ്റ്. ഇതുപോലെ നമ്മൾ റെഡിയാക്കിയാൽ മതി. നട്ട്സും ആപ്പിളൊക്കെ ഇട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇതാണ് ഇപ്പം റെഡിയാക്കാൻ പോകുന്നതിന്റെ ഓട്സ്. അങ്ങനെ നമ്മൾ ഓട്സ് റെഡിയാക്കി കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു ക്രീമി ടെക്സ്ചറാണ്. ഒരു ക്രീമി ടൈപ്പ് ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന ഒരു ഫീലാണ് കഴിക്കുമ്പോൾ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്ക് മാത്രമേ ഇത് ഇഷ്ടപ്പെടാറുള്ളൂ. എനിക്കിത് ഇഷ്ടമാണ്. എനിക്ക് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇതിന് കുറച്ചും കൂടി.
പിന്നെ ഈ പുൽക്കൂടിന്റെ കാര്യമില്ലേ, ഈ പുൽക്കൂട് ഞാൻ ഇവിടെ ബത്താമില് പള്ളിയിൽ പോയില്ലേ, പള്ളിയിൽ പോയപ്പോ മാത്രമാണ് ആ പുൽക്കൂട് ഉണ്ടാക്കി വെച്ചെങ്ങനെ കണ്ടത്. അല്ലാതെ ഇവിടെ ആരും അങ്ങനെ പുൽക്കൂടോ അതിന് പറ്റിയുള്ള ഐറ്റംസോ ഒന്നും വിൽക്കാനോ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. അതും നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ മാത്രമാണ് പുൽക്കൂട് ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റാർ പോലെ പുൽക്കൂട് ഇതെല്ലാം അങ്ങനെ ഒരു കൾച്ചർ പോലെയാണ്. നമ്മുടെ ഓരോ നാട്ടിലെയും ഓരോ കൾച്ചർ പോലെയാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഓട്സ് കഴിക്കുന്ന പരിപാടി നടക്കത്തില്ല എന്റെ. അപ്പം ഞാൻ എന്തായാലും ഓട്സ് ഒന്ന് കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. നല്ല ചൂടോടെ ഓട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല റിലീഫ് ഉണ്ട്. പക്ഷെ നമുക്ക് ആ റിലീഫിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. വേറൊന്നും കൊണ്ടല്ല, അടുത്ത് എനിക്ക് ലഞ്ചിനും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ എനിക്ക് പോയി ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. അപ്പം ലഞ്ചും പ്രിപ്പയർ ചെയ്ത് പറ്റുമെങ്കിൽ അത് കഴിച്ചിട്ട് നമുക്ക് കാണാം. അങ്ങനെ കുക്കിംഗ് കഴിഞ്ഞു, ഫുഡ് കഴിക്കുന്ന പരിപാടി കഴിഞ്ഞു. എന്നിട്ടാണ് ഞാനിപ്പോ എന്റെ പ്ലേസിൽ വന്ന് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കരുതും എന്റെ പ്ലേസോ? അതെ, എന്റെ പ്ലേസ് തന്നെയാണ് കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടി ഈ മാസം ഫസ്റ്റോടുകൂടി ഒപ്പിച്ച എന്റെ പ്ലേസ്. ഇവിടെ ഉള്ളതെല്ലാം എന്റെ പ്ലേസ് തന്നെയാണ്. ഈ അപ്പാർട്ട്മെന്റിലല്ല ഇവിടെ ഉള്ളത് എല്ലാം എന്റെ പ്ലേസ് തന്നെയാണ്. പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് വേണ്ടേ? അതാണ് എന്റെ ഈ സ്പേസ്. എനിക്കാണെങ്കിൽ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. ഞാൻ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനായാലും എനിക്കൊരു കൺസിസ്റ്റൻസി, അതായത് ഇപ്പൊ വ്ളോഗിന്റെ ആയാലും അല്ലെങ്കിൽ ഞാൻ എന്റെ കോഴ്സ് ചെയ്യുന്ന കാര്യത്തിലായാലും ഒന്നും ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായ സ്പേസ് ഇല്ല. ഞാനിപ്പം ചിലപ്പം ജോലി TV കാണുന്ന എന്റെ സൈഡിൽ ചെന്നിരുന്നായിരിക്കും, അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും കാര്യം ചെയ്യുമായിരിക്കും. അപ്പൊ കുറച്ചു നേരം സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവൻ എന്താണോ കാണുന്നത് അതിലോട്ട് എന്റെ കോൺസെൻട്രേഷൻ പോകും, എന്റെ ശ്രദ്ധ പോകും. ഞാൻ പിന്നെ അതിലോട്ട് അങ്ങ് പോകും. പിന്നെ ഇത് പിന്നെ ചെയ്യാം, ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരു ലേസി ലൈഫിലോട്ട് പോവുമായിരുന്നു. പിന്നെ കൺസിസ്റ്റൻസിയും കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് എന്റേതായ ഒരു സ്പേസ് ഇല്ലെങ്കിൽ നമുക്കില്ല. നമ്മളിപ്പോ ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ കണ്ടിട്ടില്ലേ, സ്റ്റാഫിനൊക്കെ അവരെന്താണ് ഒരു പ്രത്യേക സ്പേസ്, ലാപ്ടോപ്പ്, അവർക്കൊരു കസേര, അവരുടേതായ ഒരു സ്പേസ്, ക്യാബിൻ എല്ലാം കൊടുക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, അപ്പോൾ മാത്രമേ അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡത്തിൽ നിന്നുകൊണ്ട് ആ വർക്ക് അവരുടെ ഇഷ്ടത്തിന്, അവരുടെ ഒരു സ്വാതന്ത്ര്യത്തില് അവർക്കൊരു മനസ്സമാധാനത്തോടെ ചെയ്യാൻ പറ്റും. ആ ഒരു മനസ്സമാധാനം കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടേതായ സ്പേസ് നമ്മൾ എടുക്കണം. എവിടാണ്, നമ്മുടെ വീട്ടിലായാലും എല്ലായിടത്തും. നമ്മളിപ്പോ താമസിക്കുന്ന നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് എല്ലാം നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് വേണം. അപ്പൊ മാത്രമേ നമുക്കൊരു ഫ്രീഡത്തിൽ ഒരു ഇഷ്ടത്തോടെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര പാടായി, നമുക്കൊരു കൺസിസ്റ്റൻസി, ഒരു മോട്ടിവേഷൻ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ എനിക്ക് വേണ്ടി ഒരു പ്ലേസ് കണ്ടെത്തിയത്. ഇപ്പൊ ഇവിടെ ആകുമ്പോൾ എനിക്ക് എന്റെ ഇഷ്ടത്തിന് എന്റെ ബുക്സ് വയ്ക്കാം, എന്റെ ലാപ്ടോപ്പ്, അല്ലെ എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് പോസിറ്റീവ് എനർജി തരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കാം. അതൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഈ പയ്യെ വേണം എനിക്ക് അതൊക്കെ റെഡിയാക്കി എടുക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ ഒരു ഹാഫ് അവർ അല്ലെങ്കിൽ ഒരു 1 അവർ നമുക്ക് ഇരിക്കാൻ പറ്റും. നമുക്ക് തന്നെ ഒരു റിലീഫ് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഒരു സ്പേസ് കണ്ടുപിടിക്കാൻ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടും തോന്നത്തുള്ളൂ. പറയുന്നതായിട്ടില്ലേ, നമ്മുടെ പ്ലേസ് എപ്പോഴും നീറ്റ്നെസ് ആയിട്ട്, നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്ന പ്ലേസ് എപ്പോഴും നീറ്റായിട്ട് ഇട്ടേക്കുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടി നമുക്കത് ചെയ്യാനായിട്ട്, അത് കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. എനിക്കിവിടെ ഈ വിൻഡോ സൈഡിലെ ഈ സ്പേസ് ആണ് എടുത്തത്. ആകുമ്പോൾ കുറച്ച് എനിക്കൊരു സ്ട്രഗിൾ പോലെ തോന്നിയാൽ എനിക്ക് കുറച്ച് നേരം പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കാം. അങ്ങനെയൊക്കെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര റിലാക്സിങ്, ഭയങ്കര സന്തോഷമാണ് ഈ ഡിസംബർ മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എന്റെ ഒരു സ്പേസ് എനിക്ക് കിട്ടിയെന്നുള്ളതില്. അത് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് കുറച്ച് നമ്മൾ ഒന്ന് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് കണ്ടുപിടിച്ച് നമുക്ക് നമ്മുടേതായ ഒരു ഇതിലോട്ട് എത്താൻ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവത്തുള്ളൂ. ഇനി ഞാൻ എന്റെ വർക്കിലോട്ട് കിടക്കട്ടെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അത് ചെയ്ത് തീർക്കണം. എന്നിട്ട് വേണം എനിക്കൊരു കൺസിസ്റ്റൻസി ആയിട്ടുള്ള ലൈഫിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ.
നേരമായില്ല നമ്മളിരുന്ന് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു കോഫി കുടിച്ചിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കോഫി എന്ന് പറയുമ്പം ഇവിടെ പല ടൈപ്പ് കോഫി നമുക്ക് കിട്ടും. നമുക്ക് അതിൽ കുറച്ച് കോഫീസ് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലൊരു കോഫി ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു പാക്കറ്റ് യൂസ് ചെയ്താണ് നമ്മൾ ഇന്ന് കോഫി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ടോറ ബിക്കയുടെ ടോറ മൊക്ക എന്ന് പറയുന്ന ഒരു പാക്കറ്റ് ആണ്. ഇതിൽ കോപ്പി, സുസു ആൻഡ് ചോക്ലേറ്റ് എന്നാണ്. കോപ്പി എന്ന് പറഞ്ഞാൽ കോഫി, സുസ് എന്ന് പറഞ്ഞാൽ മിൽക്ക് പൗഡർ അല്ലെങ്കിൽ മിൽക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ചോക്ലേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് എന്താണ് കോഫി ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് കോഫി ഉണ്ടാക്കാം. നമുക്ക് ഈ ടോറ മൊക്ക ഒന്ന് ഫസ്റ്റ് പാക്കറ്റ് ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതിനകത്തോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. കണ്ടോ, ഇതിൽ ചോക്ലേറ്റിന്റെ ഫ്ലേവറും കൂടെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊക്കോ പൗഡർ കൂടി ഉണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഹോട്ട് വാട്ടർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് വെള്ളമായിരുന്നു. ഇതാണ് നല്ല കോഫിയുടെ മണം വരുന്നു. നമുക്ക് ഇതിൻ്റെ കൂടെ ഇവിടുത്തെ മോർണിംഗ് ബേക്കറി എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട്. അവരുടെ ഈ കോഫി ബോയ് എന്ന് പറഞ്ഞ കോഫി ഫ്ലേവറിലെ ബന്നും കൂടി കഴിക്കാം. ഈ ബന്നിന്റെ അകത്ത് കണ്ടോ, അവരൊരു ക്രീം ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് കോഫി ബൺ എന്നാണ് തോന്നുന്നത് എനിക്ക്. ഇങ്ങനെ നമുക്ക് അവരുടെ കുറച്ച് കുക്കീസ്, ഇത് ഞാൻ ഇവിടുത്തെ ടോപ്പ് 100 മേടിച്ചതാണ്. കണ്ടോ, നമ്മുടെ നാട്ടിലെ കുക്കി ഇല്ലേ, ആ മോഡലൊക്കെ തന്നെയാണ്. ഇതിന്റെ മുകളിൽ ഒരു കളർ ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവര്. അത്ര ഡിഫറൻസേ ഉള്ളൂ. അപ്പം ഇതാണ് നമുക്ക് ഈവനിങ് സ്നാക്ക് ടൈം. എന്നാ പിന്നെ നമുക്ക് ഈ കോഫി സ്നാക്സ് ഒക്കെ ഒന്ന് കഴിച്ചാലോ. അങ്ങനെ നമ്മൾ കോഫിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. ഫസ്റ്റ് ടൈം ഞാൻ ആ പാക്കറ്റ് ഉപയോഗിക്കുന്നത്. ഞാൻ അതിന് മുമ്പ് ഉപയോഗിക്കുന്ന വേറൊരു ക്യാപിച്ചിനോയുടെ ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് കണ്ടിട്ടും എനിക്ക് അത്ര കൊള്ളാവൂന്ന് തോന്നുന്നില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, പക്ഷെ മറ്റേ ക്യാപിച്ചിനോയുടെ അത്ര ടേസ്റ്റ് എനിക്ക് ഇതിനെ ഫീൽ ചെയ്യുന്നില്ല. എന്നാലും ഒരു ഈ ചോക്ലേറ്റിനൊക്കെ ഫ്ലേവർ ഉണ്ട്. ജസ്റ്റ് കുഴപ്പമില്ല. എന്നാലും എനിക്ക് മറ്റേ ക്യാപിച്ചിനോട് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മുടെ കുക്കീസ് സൂപ്പറാണ്. അത് ഞാൻ കഴിച്ചായിരുന്നു. ചെറിയ ബോൾസ് ഞാൻ പെട്ടെന്ന് കഴിച്ചാൽ. അത് നമ്മുടെ നാട്ടിലുള്ള വൈറ്റ് കളർ കുക്കീസ് കിട്ടത്തില്ലേ, ആ സെയിം ആ ടേസ്റ്റ് തന്നെയാ. പിന്നെ ഈ ബന്ന്, കോഫി ബന്ന് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് നമ്മുടെ സാധാ ബണ്ണ്. അതിനകത്തുള്ള കസ്റ്റാർഡ് ക്രീം ഉണ്ട്, ഒരു ബട്ടർ ക്രീം എന്ന് പറയാം. ആ ഒരു ടേസ്റ്റ് അത്രേ ഉള്ളു. വലിയ പുതുമയൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അതേ. വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ബന്ന്. അതിനകത്ത് മറ്റേ ബട്ടർ ക്രീം അല്ലെങ്കിൽ വേറെ ടൈപ്പ് എന്തോ ക്രീം ചേർത്തേക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയുള്ള ആ ടേസ്റ്റ്, എനിക്ക് കോഫിയുടെ ഒന്നും അധികം ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല. ചിലപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. നാട്ടിൽ അതേ ബൺ, ക്രീം ബൺ, ആ ഒരു ഫീൽ തന്നെയാണ്. ക്രിസ്മസ് ഒക്കെ ആയി, ഡിസംബറും ആയി. പക്ഷെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്കിവിടെ വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ. ഇതൊന്ന് അൺബോക്സ് ചെയ്യണം, ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഞാൻ കുറച്ച് മേടിച്ച് വെച്ചേക്കുന്ന കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉണ്ട്. അതൊന്ന് എനിക്ക് ഇവിടെ ഓളില് ഹാങ് ചെയ്യണം. അങ്ങനെ എൻ്റെ കൊറ്റി ക്രിസ്മസ് ഡെക്കറേഷൻ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട്. 6 മണി കഴിഞ്ഞു.
ഞാൻ മറ്റേ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് എനിക്ക് കുറച്ച് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും നല്ല രീതിയിൽ ലേറ്റായി. ക്രിസ്മസ് ട്രീ ഇതൊന്നും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമല്ല. ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്തതല്ലേ, അപ്പം നമ്മൾ അതൊക്കെ ചെയ്യണം. അതൊക്കെയാണ് നമുക്ക് ഈ മന്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ എനിക്ക് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് ഒരുപോലെ ഇൻട്രസ്റ്റ് ആണ്. അപ്പം പുള്ളി ജോയിൽ എത്തിയപ്പോഴേക്കും 6 മണിയായി. 6 മണി കഴിഞ്ഞു. അപ്പം ഒന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ നടത്തണം. അപ്പം ഞങ്ങൾ പോയി ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട്, ഡെക്കറേറ്റ് ചെയ്യുന്നത് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ വീഡിയോയും ഞങ്ങൾ രണ്ടുപേരും കൂടി ആകുമ്പോൾ തന്നെ ഒരു സ്ട്രഗിൾ ആണ്. ഇനി അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ക്യാമറയും കൂടി വേണ്ടെന്ന് കരുതി. അപ്പൊ ഡെക്കറേറ്റ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഫൈനലി നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിരിക്കുകയാണ്. നന്നായിട്ടില്ല ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കി വന്നപ്പോഴേക്കും നല്ല രീതിയിൽ ലേറ്റ് ആയി. ഇനി കുറച്ച് വാൾ ഹാങ്ങിങ്സും കൂടി ഉണ്ട്, അതും കൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ചെറിയ ചെറിയ മേരി ക്രിസ്മസ്, പിന്നെ ജസ്റ്റ് ഒരു ക്രിസ്മസിന്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു സാധനം അങ്ങനെ വാൾ ഹാങ് ചെയ്യുന്നതാണ് അത്. പിന്നെ ഒരെണ്ണമുണ്ട്, ഇത് ഞാൻ വിൻഡോയുടെ സൈഡിലായിട്ടായിരുന്നു തൂക്കിയിരുന്നത്. പക്ഷെ മഴയുടെ ഒരു ഇത് കാരണം ഇത് അവിടെ പ്രോപ്പറായിട്ട് കിടക്കുന്നില്ല. അപ്പൊ ഞാൻ കരുതി ഇത് നമ്മുടെ വോളില് ഹാങ് ചെയ്യാന്ന്. അപ്പം അതിന് ഡബിൾ സൈഡ് ടേപ്പ് വേണം. അപ്പൊ ഞാൻ കരുതി ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്ക് താഴത്തെ ടോപ്പ് 100 വരെ പോവാന്ന് കരുതി. ടോപ്പ് 100 പോയി കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പും മേടിക്കാം. പിന്നെ അവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ പലതരം ക്രിസ്മസ് ട്രീസും കുറച്ച് ഓർണമെന്റ്സും ഗാർലൻഡും ഒക്കെ വന്ന് കാണും. ഞാൻ നിങ്ങൾക്ക് അതും കൂടി കാണിച്ചു തരാം. അപ്പൊ നമുക്കൊന്ന് ടോപ്പ് 100 വരെ പോയിട്ട് വരാം. അതിനു മുന്നേ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വോളിൽ ഹാങ് ചെയ്തിരിക്കുന്ന, ഡോറിൽ ഹാങ് ചെയ്തിട്ടുള്ള ആ 2 ഐറ്റം ഒന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ ഡോറിന്റെ ഈ സൈഡിലായിട്ടാണ് ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്നത്. മേരി ക്രിസ്മസ് എന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് പോലത്തെ ആണ് ഞാൻ ഹാങ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടോപ്പ് 100 എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടോപ്പ് 100 അകത്തോട്ട് പോവാം. അവിടെയും കുറെ ട്രീസ് ഒക്കെ വന്നിട്ടുണ്ട്, ക്രിസ്മസ് ട്രീയിൽ ഇടാനുള്ള ഓർണമെന്റ്സ് എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ കയറിയപ്പോ തന്നെ 3 ക്രിസ്മസ് ട്രീ ആയിരുന്നു നടുക്കത്തുള്ള, നല്ല ഫുള്ളി ഡെക്കറേറ്റ് ചെയ്തിട്ടായിരുന്നു അവര് പ്ലേസ് ചെയ്തിരുന്നത്. പക്ഷെ അതൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. ചിലർ വന്ന് ഇത് ഫുള്ളി ഇങ്ങനെ ഫുൾ പാക്കേജ് പോലെ മേടിച്ചോണ്ട് പോകും. കാരണം പിന്നെ അവർക്ക് ഡെക്കറേഷൻ ഒന്നും ചെയ്യണ്ടല്ലോ. പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു, 5000 അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിന്റെ റേറ്റ്. പക്ഷെ നല്ല രസമായിരുന്നു കാണാനൊക്കെ. അകത്തോട്ട് ചെന്നപ്പോഴും അതുപോലെ തന്നെയായിരുന്നു. കൂടുതലും ക്രിസ്മസ് ട്രീ ആയിരുന്നു, അതും ഫുള്ളി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്മസ് ട്രീ ആയിരുന്നു. ചെറിയ രീതിയിൽ വയ്ക്കാൻ പറ്റുന്ന, നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീ ഒക്കെ ആയിരുന്നു. നാട്ടിൽ 1500 2000 ഒക്കെ ആയിരുന്നു അതിന്റെ റേറ്റ്. ഫുൾ കളർ, ഈ കളർ ബൾബൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ക്രിസ്മസ് ട്രീക്ക്. വൈറ്റ് കളർ ക്രിസ്മസ് ട്രീയുടെ ചെറുതും വലുതും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. എനിക്കൊന്ന് സ്നോയുടെ ഒരു മീനിങ്ങിലായിരുന്നു ആ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ. ഇതെന്ന് പറയുന്നത് ബലൂൺ ആയിരുന്നു. ഈ റെഡും ഗ്രീനും തീമിലുള്ള ഈ ബലൂൺസ് ആണ്. എല്ലാം ക്രിസ്മസ് തീമിൽ ഐറ്റംസ് ആയിരുന്നു അവിടെ ഫുള്ളി ഉള്ളത്. ഇതിനൊന്നും വലിയ റേറ്റ് ഒന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ ഉണ്ട്, കുട്ടികൾക്കുള്ള ഈ യൂസ് ചെയ്യുന്ന ബണ്ണ് ക്ലിപ്സ്, അതും ക്രിസ്മസ് തീമിൽ തന്നെയായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ കലണ്ടർ പോലത്തെ ബുക്കാന്ന് തോന്നുന്നു, കലണ്ടർ ആയിരുന്നെന്ന് തോന്നുന്നു. കാരണം ഡേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതിയത് ഡേറ്റ് ഒക്കെ ഇട്ടേക്കുന്നുണ്ട് അത് കലണ്ടർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് നമുക്ക് ക്രിസ്മസ് തീമിലെ കവറുകളാണ്, നമുക്ക് ഗിഫ്റ്റ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അത് നല്ല ക്യൂട്ടായിരുന്നു കാണാനൊക്കെ.
അതുപോലെ തന്നെ അവിടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള പോലത്തെ കുറെ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ചെറുതും വലുതും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു ഓർമ്മയാണ്, ക്രിസ്മസ് കാർഡ്. എനിക്കിത് കണ്ടപ്പം എൻ്റെ സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ കോളേജ് ലൈഫൊന്നും ഇത് യൂസ് ചെയ്തിട്ടില്ല. +1 +2 വരെയൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. ആ കാർഡാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ക്രിസ്മസ് കാർഡ് ആർക്കും കൊടുക്കുക എടുക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇവിടെ അങ്ങനെ ക്രിസ്മസ് കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ വാളിൽ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയുള്ള കുറെ സ്റ്റിക്കേഴ്സ് ആണ്. അതിനു വേണ്ടിയുള്ള ത്രെഡ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വെച്ച് നമ്മൾ ഹാങ് ചെയ്യുക അതായിരുന്നു. അതെല്ലാം ക്രിസ്മസ് തീമിന്റെ തന്നെ ഭാഗമാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലിപ്സും ബണ്ണുകളും എല്ലാം നല്ല രസമായിരുന്നു. ഇതിപ്പോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും കണ്ടിട്ടുണ്ട്. ഈ ടൈപ്പ് ഫ്ലവേഴ്സ് ക്രിസ്മസ് ട്രീയിൽ ഇങ്ങനെ വയ്ക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ ഇതാണ് ഞാൻ എൻ്റെ ഡോറിന്റെ ഫ്രണ്ടിൽ ഹാങ് ചെയ്തേക്കുന്ന മേരി ക്രിസ്മസ് എന്നുള്ളത്. ഇതിന്റെ പല സൈസിലുള്ളത് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ചെറിയ ഈ ടൈപ്പ് ഒരെണ്ണമാണ് മേടിച്ചത്. ഇത് പിന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ്. അതിങ്ങനെ പാക്കറ്റ് ആയിട്ട് മിനിയേച്ചർ ആയിട്ടൊക്കെ ഉണ്ട്. ഇതും വേറൊരു മേരി ക്രിസ്മസ് പപ്പയുടെ ഇതൊക്കെ ഉള്ളതായിരുന്നു. നല്ല തിരക്കായിരുന്നു ഷോപ്പില്. കാരണം ആൾക്കാരെല്ലാം ഈ പർച്ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന ടൈമല്ലേ ക്രിസ്മസിന്റെ. ഇത് ഈ കുട്ടികൾക്കുള്ളത് തന്നെയാന്ന് തോന്നുന്നു. ഈ 2 സൈഡിൽ പിന്നെ ഇടുന്ന ആ ടൈപ്പിൽ അതിലെങ്ങാണ്ട് ഹെയറിൽ ഇടുന്നതാന്ന് തോന്നുന്നു. പിന്നെ ഇത് സ്റ്റിക്കേഴ്സ് ആയിരുന്നു. ആണെങ്കിൽ വലിയ ട്രീയും വൈറ്റ് കളർ ഫുള്ളി വൈറ്റ് ആയിട്ടുള്ള ട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വലിയൊരു ഭംഗിയൊന്നും എനിക്ക് അതിനങ്ങനെ തോന്നിയില്ല. പിന്നെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇവിടെ ഈ കാണുന്ന ട്രീസിനൊക്കെ ഈ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഈ ട്രീസിനൊന്നും വലിയ റേറ്റ് ഇല്ല. ഇതിനിപ്പം 5 ലക്ഷത്തിന്റെയാണ് ഈ ട്രീ. ഈ സൈഡിലുള്ള ഈ ഒരു ഗ്രീൻ ട്രീ ഇതിന് 5 ലക്ഷമാണുള്ളത്. 5 ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 2500 അത്രേ ഉള്ളൂ ഇതിന് വരുന്നത്. കാരണം ഇവിടെ എന്ന് പറയുന്നത് ഇവിടുത്തെ 1 ലക്ഷം, ഇവിടെ 1 ലക്ഷം മില്യൺ 1 മില്യൺ ആ ഒരു റേറ്റിലാണ് ഇവിടെ പോകുന്നത്. അപ്പം ഇവിടുത്തെ 1 ലക്ഷം എന്ന് പറയുന്നത് നാട്ടില് 535 രൂപ അങ്ങനെയാണ് വരുന്നത്. 5000 ഇവിടുത്തെ 5000 എന്ന് പറയുന്നത് നാട്ടില് 23 രൂപ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ വാൾ ഹാങ്ങിങ് ഉള്ള കുറെ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ പല മോഡൽസ്. എനിക്കിതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് സെയിം എൻ്റെ ഉള്ളതാണ്. ഇതെല്ലാം ഹാങ്ങിങ്ങിനുള്ളത്. പല ടൈപ്പ് ഹാങ്ങിങ്സ് ആണിത്. ഇതും നല്ലൊരു ഭംഗിയായിരുന്നു, കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. ആ റെഡ് കളറും നല്ല രസമായിരുന്നു അത് ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന കാണാൻ. ഇങ്ങനെ
നമ്മൾ ടോപ്പ് 100 പോയിട്ട് തിരിച്ച് അപ്പാർട്ട്മെന്റിൽ എത്തി. എനിക്ക് അവിടെ വെച്ചാണെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് പോലും കറക്റ്റ് ആയിട്ട് എക്കോ കാരണം ഒന്നും ക്ലിയർ ആവുന്നില്ലായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു, ബഹളമായിരുന്നു. കാരണം ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ക്യാമറ പൊട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് അവർക്ക് ഇടയിൽ ഒരു ഡിസ്റ്റർബൻസ് ആയി. അത് ഞാൻ പിന്നെ അവിടെ നിന്ന് അങ്ങനെ അധികം ഷൂട്ട് ചെയ്യാത്തത്. അപ്പൊ പിന്നെ ഞാൻ കരുതി നേരെ അപ്പാർട്ട്മെന്റ് താഴെ എത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് പറയാന്ന്. അപ്പം ഞങ്ങൾ അവിടെ പോയി ഡബിൾ സൈഡ് ടേപ്പ് മേടിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ മുകളിൽ ചെന്നിട്ട് നമുക്ക് ഹാങ് ചെയ്യാനുള്ള ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കാനുള്ളത് പോയി ഒട്ടിക്കാം. അപ്പൊ നമുക്ക് മുകളിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ടോപ്പ് 100 ഡബിൾ സൈഡ് ടേപ്പ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന വോളിൽ നമ്മൾ ഇത് ഹാങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞതോടെ നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ പരിപാടി തീർന്നിരിക്കുകയാണ്. ഇന്നൊരു സിമ്പിൾ ഡേ ആയിരുന്നെങ്കിലും ശരിക്കും നമുക്ക് മൊത്തത്തിൽ ഒരു ഡിസംബർ മൊമെന്റ്സ് തരുന്ന ഒരു ഡേ ആയിരുന്നു. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയുള്ള കൊച്ചു കൊച്ചു ഐറ്റംസ് നമ്മൾ വോളിലും ഡോറിലും ആയിട്ട് ഹാങ് ചെയ്തത്, അതൊക്കെ ശരിക്കും നമുക്കൊരു ഡിസംബർ ടോട്ടലി ഒരു വൈബ് തരുന്ന ഒരു ഫീൽ ആയിരുന്നു. അതുപോലെ തന്നെ ആ ഷോപ്പിൽ പോയപ്പോൾ തന്നെ അവര് തന്നെ ഡിസംബറിൽ വെൽക്കം ചെയ്യുന്ന രീതിയിലായിരുന്നു ക്രിസ്മസ് ട്രീയും അതിനെ അലങ്കരിക്കുന്ന ഓർണമെന്റ്സും അക്സസറീസും എല്ലാം അവിടെ ഫുള്ളി കവേർഡ് ചെയ്തിരിക്കുകയാണ്. മൊത്തത്തിൽ നമുക്ക് ശരിക്കും ഒരു ക്രിസ്മസ് വൈബ് അല്ലെങ്കിൽ ആ ഒരു ഡിസംബർ മന്തിന്റെ വൈബ് ആയിരുന്നു ഇത് മൊത്തത്തിൽ എനിക്ക് കിട്ടിയിരുന്നത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.